Hi, Namaste, welcome back to my channel Vinted. ഇൻട്രാഡേ സ്റ്റോക്കുള്ള അതായത് സ്റ്റോക്കിൽ ചെയ്യുന്നവർക്ക് മെയിനായിട്ട് കൺഫ്യൂഷൻ വരുന്നതാണ് ഏത് സ്റ്റോക്ക് മോർണിംഗിൽ സെലക്ട് ചെയ്യണം. കുറേ സ്റ്റോക്കിൽ നമ്മൾ ഡെയിലി നോക്കും, പക്ഷെ ഒന്നും പെർഫോമൻസ് മോർണിംഗിൽ നമുക്ക് വരുന്നത് കിട്ടുകയില്ല. നമുക്കങ്ങനെ നമ്മൾ നോക്കുന്ന ട്രേഡുകൾ ആക്ച്വലി നമുക്ക് നല്ലതായിട്ട് മൊമെൻ്റ് വരുന്ന ആകുകയും ചെയ്യില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കാറുണ്ട്. അപ്പം ഞാനിതൊരു RS സ്റ്റോക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ RS സ്റ്റോക്കിൽ മിക്കവാറും നമുക്ക് ഡെയിലി ഒന്ന് വാച്ച് ചെയ്യാൻ നമുക്ക് പെർഫോമൻസ് കിട്ടുന്നതാണ്. അതേപോലെ ഈ സ്റ്റോക്ക് അല്ലാണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ വേറെ ഉണ്ട് നമുക്ക് ഡെയിലി പെർഫോമൻസ് വരുന്നതായിട്ടുള്ള. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബെല്ല്, അതേപോലെ തന്നെ UPL, L&T, അരവിന്ദ്, TCS, സിപ്ല. അപ്പം ഈ സ്റ്റോക്കുകളൊക്കെ ഡെയിലി നോക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഡെയിലി നമുക്ക് ഇൻട്രാഡേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഇതിനൊക്കെ മിക്കവാറും പെർഫോമൻസ് വരാറുണ്ട്. അതേപോലെ ബജാജ് ഓട്ടോ ഉണ്ട്, ബജാജ് ഫിനാൻസ്, ഫിൻസർവ്, അപ്പോളോ ഹോസ്പിറ്റലൊക്കെ മിക്കവാറും പെർഫോമൻസ് വരുന്ന. പിന്നെ അഡാനി പോർട്സ്, അഡാനി എൻ്റർപ്രൈസും അഡാനി ഗ്രീൻ, ഇതൊക്കെ നോക്കാവുന്ന സ്റ്റോക്കുകളാണ്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനുള്ള, അതായത് ഒരു 75 സ്റ്റോക്കിനകത്ത് അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്കൊരു രാവിലെ പെർഫോമൻസ് വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാച്ച് ലിസ്റ്റ് ചെയ്യും. നമ്മൾ മെയിനായിട്ട് നമുക്ക് വോളിയം വരുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പം നല്ലൊരു മൂവ്മെൻറ്റ് പാസ് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വരുന്ന സ്റ്റോക്ക് ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്കാനർ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് പെർഫോമൻസ് വരുന്ന തിരിച്ചറിയാൻ വളരെ എളുപ്പമായിരിക്കും. 75 സ്റ്റോക്കൊന്നും വേണ്ട, ഒരു 20 സ്റ്റോക്ക് മാക്സിമം ആ സ്കാനറിലങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം മാർക്കറ്റ് ഇപ്പോൾ 3 ദിവസം ഇപ്പം ഈ പാസ് പെർഫോമൻസ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്കിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്കൊരു വീക്ക്ലി പെർഫോമൻസ് നോക്കണം. ഒരു 3 ഡേയ്സ് നല്ല മാർക്കറ്റ് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ 1-2 ദിവസമൊക്കെ, ഒരു ദിവസമൊക്കെ ഇതിനകത്ത് സൈഡ് വേസ് വരാറുണ്ട്. അപ്പോൾ ഈ സൈഡ് വേസിൽ ഇപ്പോൾ ചിലപ്പം ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇപ്പോൾ ഈ ബെല്ലിൽ ഇന്ന് രാവിലെ സെല്ല് ഇറങ്ങി നോക്കുകയാണെങ്കിൽ കൺഫേംഡ് ആണ്. കൺഫർമേഷൻ വന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അവൻ മാർക്കറ്റ് തിരിച്ചു പോയത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ആ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഡെയിലി ഒരു സ്റ്റോക്ക് തന്നെ നോക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റോക്കുകളും കയറി ചെയ്യാതെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രം ചൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എല്ലാത്തിലും കൂടെ വാരി വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പം സിഗ്നൽസ് അപ്പം നമുക്ക് ഡെയിലി വാച്ച് ചെയ്യുമ്പം ഒരു സ്റ്റോക്കിനെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി പെർഫോമൻസ് പോകുന്നത് സൈഡ് വേസ് മാർക്കറ്റും തിരിച്ചറിയാനായിട്ട് എളുപ്പമാണ്. നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. അതിന് നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് പ്രോപ്പർ ടൈമിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും എൻട്രി എടുക്കാനും നമ്മളെ സഹായിക്കും. അതോടൊപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആക്ച്വലി പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ്, അതായത് കറക്റ്റ് എൻട്രി, എക്സിറ്റ്, റിവേഴ്സലുകൾ നമുക്കിത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഞാനിന്ന് ഫസ്റ്റ് UPL പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. UPL അതേപോലെ തന്നെ L&T, ഞാനിതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പെർഫോമൻസ് ഈ സ്റ്റോക്കുകൾ വന്ന് കാണിച്ചു തരാം. അപ്പോൾ UPL നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഇപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ഒരു ബൈ തന്നു. നമുക്ക് ആ ബൈ സിഗ്നൽ തന്ന സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നൽ ഏതാണോ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മേളിലും താഴെ ഉണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിനകത്ത് സെല്ലാണ്. അത് 1.15 അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ഇത് എടുക്കാറായിട്ടില്ല, ഇത് കൺഫർമേഷൻ ഇല്ല. ഇവിടെ ക്യാൻഡിൽ കളർ റെഡ് ഉണ്ടെങ്കിലും താഴെ റെഡെങ്കിലും സെൽ സോണിൽ അടുത്ത ക്യാൻഡിൽ റെഡ് വന്നിട്ടില്ല. അപ്പോൾ ആ ട്രേഡ് നമുക്ക് ഇതുവരെ എടുക്കാറായിട്ടില്ല. പക്ഷേ മോർണിംഗിൽ നമുക്ക് തന്ന ബൈയുടെ ട്രെൻഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു. കാരണം കൺഫർമേഷൻ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. സിഗ്നൽ വന്നതിന് ശേഷം താഴെ ഗ്രീൻ, മേലും ഗ്രീനും ആയി. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. 640 നമുക്ക് നേരെ ഒറ്റയടിക്ക് കയറി മാർക്കറ്റ് അപ്രോക്സിമേറ്റ് നമുക്ക് 645 വരെ 5 പോയിന്റ് നമുക്ക് ഒറ്റയടിക്ക് കയറിയിട്ടുണ്ട്. അത് ഇനി ഇടയ്ക്കൊന്ന് ഡൗൺ ഇറങ്ങി, പക്ഷേ ഡൗൺ കൺഫേം അല്ലായിരുന്നു താഴെ. കാരണം സിഗ്നൽ വന്ന് നേരെ കയറി ട്രേഡ് എടുക്കരുത്, കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇത് കൺഫേം അല്ല, തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറി. അപ്പോൾ ആ ഒരു കയറ്റം കയറി അപ്രോക്സിമേറ്റ് 649 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 9 പോയിന്റോളം കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ L&Tക്ക് ഇന്ന് മോർണിംഗിൽ ഡൗൺ തന്നു, പക്ഷേ ഡൗൺ കൺഫേം അല്ലായിരുന്നു. ഡൗൺ കൺഫർമേഷൻ ഈ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3429 അവിടെ നിന്ന് ഒറ്റ ഇറക്കമായിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. 40 പോയിന്റ്സോളം ഡൗൺ ആണ്. നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേം ആയ ലെവൽ, അപ്പോൾ സിഗ്നൽ കൺഫർമേഷൻ ലേറ്റ് ആകണമെങ്കിൽ സപ്പോർട്ട് ലെവൽ പ്രോപ്പർ ബ്രേക്കിന് ശേഷം എടുക്കുക. പെട്ടെന്ന് കൺഫേം വരുന്ന സിഗ്നലുകളൊക്കെ നമുക്ക് ഒരു ആക്യുറസി കൂടുതലാണ്. ഇപ്പോൾ ഇതിനകത്ത് സിഗ്നലിൽ കുറച്ച് കയറിയിട്ടാണ് കൺഫേം ആയിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രോപ്പർ സപ്പോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അവിടുന്ന് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് താഴ്ത്തിറങ്ങി പിന്നെയും താഴ്ത്ത്, ഇവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ സ്ട്രോങ് സപ്പോർട്ട് കട്ട് ചെയ്ത് താഴ്ത്തിറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് കട്ട് ചെയ്യുന്ന ലെവലിൽ വെച്ച് നമുക്കൊരു ട്രേഡ് മിസ്സായാലും അടുത്ത ട്രേഡ് നമുക്ക് അവിടെ നിന്ന് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്.
ഓക്കെ, അതോടൊപ്പം അരവിന്ദ് നോക്കിയാട്ടെ, അരവിന്ദിനകത്ത് നല്ല പെർഫോമൻസ് ആണ് കാണിച്ചത്. അപ്പോൾ അരവിന്ദിന് മിക്കവാറും പാസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് വരുന്നതാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം നല്ലൊരു ബൈറ്റ് ഉണ്ട്, 16 പോയിന്റ് കയറി നിൽക്കുക. ഇന്നലെയും നമുക്ക് മാർക്കറ്റ് രാവിലെ കുറച്ച് കയറിയിരുന്നു, 5 സൈഡ് വേസ് ആയിരുന്നു. അതിന് മുമ്പ് നമുക്ക് കണ്ടോ ഇതിന് മിക്കവാറും പെർഫോമൻസ് ഇല്ല, പാസ് പെർഫോമൻസ് ആയി കാണിക്കുന്നത്. ഇതിൽ നമുക്ക് മിക്കവാറും ഇതിനകത്ത് ട്രേഡ് കിട്ടുന്ന ഇത് ഇൻട്രാഡേ പെർഫോമൻസ്. ഇതിപ്പോൾ എത്ര ദിവസത്തെ പെർഫോമൻസ് ആയി നോക്കി, 24th വരെ ഉള്ളതാണ്, 24th കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ നല്ല ഡെയിലി മിക്കവാറും മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്കാണിത്. അതേപോലെ തന്നെ നമുക്ക് L&T നോക്കിയാട്ടെ, L&Tക്കും ഇതേപോലെ തന്നെ ഇപ്പം ഇന്നും പെർഫോമൻസ് വന്നിട്ടുണ്ട്, ഇന്നലെ ഉണ്ട്. അതേപോലെ ഇതിന് മുമ്പും നമുക്ക് പെർഫോമൻസ് മിക്കവാറും തരുന്ന സ്റ്റോക്കാണ് ഈ L&T. ഞാൻ ഈ പാസ് പെർഫോമൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ അത് നല്ല ട്രേഡ് വരുന്ന സിഗ്നൽസ്, നല്ല മിക്കവാറും പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് വരാറുണ്ട്. അതേപോലെ തന്നെ UPL നോക്കിയാട്ടെ, UPLും ഇതേപോലെ തന്നെ പെർഫോമൻസ് നമുക്ക് ഇൻട്രാഡേക്ക് ആകട്ടെ, നമുക്ക് പൊസിഷനിലേക്ക് ആകട്ടെ, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് UPL. ഓക്കെ, മിക്കവാറും നമുക്ക് ട്രേഡ് കിട്ടാറുണ്ട് ഇതിനകത്ത്. അതേപോലെ ബെല്ലിനും നമുക്ക് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് പെർഫോമൻസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിക്കവാറും ഇതിനകത്ത് ഡെയിലി മൂവ്മെൻറ്റ് വരുന്ന സ്റ്റോക്കുകളാണ്, മൂവ്മെൻറ്റ് വരുന്ന ട്രേഡുകളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. മിക്കവാറും നമുക്ക് ട്രേഡ് ചെയ്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ സൈഡ് വേസ് ഒക്കെ വന്നാൽ നമുക്ക് രാവിലെ പക്ഷേ പെർഫോമൻസ് കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ ട്രേഡ് മാത്രം മതി. ഇപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സൈഡ് വേസ് കാണാം, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം കൺഫർമേഷൻ ലേറ്റ് ആകും, ലേറ്റ് കൺഫർമേഷനൊക്കെ നമുക്ക് റിവേഴ്സിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്ക് മിക്കവാറും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സിപ്ല നോക്കിയാലും സിപ്ലയിലും നമുക്ക് മിക്കവാറും പെർഫോമൻസ് കിട്ടാറുണ്ട്. സിപ്ലയിലും ഇപ്പം നമുക്ക് പ്രോട്ടുള്ള പെർഫോമൻസ് ചെയ്തു സൈഡ് വേസ് വരാറുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് മിക്കവാറും പെർഫോമൻസ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിപ്ലൈ രാവിലെ ഒരു ബൈ വന്നു, കൺഫേംഡ് അല്ല. കാരണം കൺഫർമേഷൻ ക്യാൻഡിൽ ഗ്രീൻ വന്നിട്ടുണ്ട്, താഴെ ഗ്രീൻ വന്നു കഴിഞ്ഞപ്പോൾ കൺഫർമേഷൻ കിട്ടിയില്ല, കൺഫർമേഷൻ അപ്പോൾ ബ്ലൂ ക്യാൻഡിലായി ഇപ്പോൾ. അപ്പോൾ അവിടെ ട്രേഡ് ഇല്ല. അത് കഴിഞ്ഞ് വന്ന സെൽ നല്ലൊരു ഇറക്കമായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് 5 പോയിൻറ്റ്സോളം നമുക്ക് താട്ടിറങ്ങിയിട്ടുണ്ട്, നല്ല റിട്ടേൺസ് ആയിരുന്നു. അതേപോലെ നമുക്ക് ഇതേപോലെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ പെർഫോമൻസ് വന്ന സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കറക്റ്റായിട്ടൊരു നമുക്ക് ഒരു ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. അതായത് പെർഫെക്റ്റ് ബ്രേക്കൗട്ട് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഈ സ്റ്റോക്കിൽ മാത്രമല്ല ഓപ്ഷൻസിലും കംപ്ലീറ്റ് മാർക്കറ്റ് ഈവൻ ഫോറക്സ് കിട്ടുകയാണെങ്കിൽ ഫുൾ മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.